മിതാലി രാജിന്റെ കൈകളിലേക്ക് ഹർമൻപ്രീത് കൗർ വിശ്വകിരീടം വെച്ച് നീട്ടി. മിതാലി അത് വാങ്ങി നെഞ്ചോട് ചേർത്തു. അവരുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു. ഹർമൻപ്രീത് കൗറിനും ഇന്ത്യൻ ടീമിനും മിതാലി നന്ദി പറഞ്ഞു. 2025 ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഓർമ്മകളുടെ ഗാലറിയിൽ സൂക്ഷിക്കാൻ ഒരുപാട് ചിത്രങ്ങളെ ബാക്കിയാക്കുന്നുണ്ട്. ഒപ്പം കുറേ മുറിവുകളും. കണ്ണോടിക്കാം ആ ഓർമ്മ ചിത്രങ്ങളിലൂടെ. ഗോ ബാക്ക് ടു ദ കിച്ചൺ. 3 തവണ വീണുപോയപ്പോഴേക്കും ഹർമൻപ്രീതിൻ്റെ സംഘത്തോട് അടുക്കളയിലേക്ക് മടങ്ങാൻ ആക്രോശിച്ചവരുണ്ട്. അവരെയൊക്കെ TV സ്ക്രീനുകൾക്ക് മുന്നിൽ കാഴ്ചക്കാരാക്കി നിർത്തിയാണ് ഹർമൻപ്രീത് ആ കിരീടവും ചൂടി ക്രിക്കറ്റ് ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിന്നത്. 2 തവണ കലാശപ്പോരിൽ കലമുടച്ചതാണ്. ഇക്കുറി നേരത്തെ തന്നെ അതിൻ്റെ സൂചനകൾ നൽകിയിരുന്നു. പിന്നെ സ്വപ്നം പോലെ ഒരു കംബാക്ക്. സെമിയിൽ ഓസീസ് ഉയർത്തിയ മാമത്തോട്ടലിന് മുന്നിൽ നിശ്ചയദാർഢ്യത്തോടെ നിലയുറപ്പിച്ച ജമീമ റോഡ്രിഗസ്. ആ ചെളിപുരണ്ട കുപ്പായം. വിശ്വവേദിയിൽ ആദ്യ മത്സരങ്ങളിലെ ഫോമൗട്ടിൻ്റെ പേരിൽ ഇടക്ക് 11-ൽ നിന്ന് സ്ഥാനം നഷ്ടമായിട്ട് പോലുമുണ്ട് ജമീമക്ക്. ആത്മസംഘർഷങ്ങളുടെ കാലത്തുകൂടെ സഞ്ചരിച്ച കഥകൾ പലതും അവർ ആ സെഞ്ചുറിക്ക് ശേഷം ആരാധകരോട് പറഞ്ഞു. ഓ ജീസസ്. എല്ലാത്തിനുമൊടുവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചു. കലാശപ്പോര് വരെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച ദീപ്തി ശർമ്മ, ഷഫാലി വർമ്മയുടെ കംബാക്ക്, റിച്ച ഘോഷിൻ്റെ വെടിക്കെട്ടുകൾ, ദ സോ കോൾ ടോപ്പ് സ്കോറർ സ്മൃതി മന്ദാന. അങ്ങനെ ഒരു ലോകം ബാക്കിയാക്കുന്ന മനോഹര ചിത്രങ്ങൾ ഒരുപാടുണ്ട്. 18 വർഷം നീണ്ട വിരാട് കോഹ്ലിയുടെ കാത്തിരിപ്പുകൾ അവസാനിച്ച വർഷമായിരുന്നു 2025. 2008-ൽ IPL തുടങ്ങിയ കാലം മുതൽ വിരാട് RCBക്കൊപ്പമുണ്ട്. ആരാധക പിന്തുണയേറെയുള്ള ബംഗളൂരുവിന് പക്ഷേ 1.5 പതിറ്റാണ്ടിലേറെ കാലം ആ കിരീടത്തിനായി കാത്തിരിക്കേണ്ടി വന്നു. ഇക്കുറി രജത് പട്ടിദാറിന് കീഴിൽ അവർ ആ കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ചു. 2025 ജൂൺ 3 രാത്രി ഈ സാല കപ് നംദു എന്ന് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ബംഗളൂരു ആരാധകർ വിളിച്ചു പറഞ്ഞു. വിരാട് കോഹ്ലി മൈതാനത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. 657 റൺസാണ് കിരീടം ചൂടിയ സീസണിൽ കോഹ്ലി RCB ജേഴ്സിയിൽ അടിച്ചുകൂട്ടിയത്. കിരീട നേട്ടത്തിന് ശേഷം രവിശാസ്ത്രിയുടെ ദേഹത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചാടിക്കയറുന്ന കോഹ്ലിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി. ABDയും ക്രിസ് ഗെയിലും കോഹ്ലിയും ചേർന്ന് ആ കിരീടമുയർത്തി. ആ ചിത്രം RCB ആരാധകർ അവരുടെ ഓർമ്മകളിൽ ചില്ലിട്ട് സൂക്ഷിക്കും, തീർച്ച. അതേസമയം RCBയുടെ വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചത് കിരീട നേട്ടത്തിന് ഒരു കളങ്കമായി. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഏറെക്കാലമായി ഇന്ത്യ തുടരുന്ന ആധിപത്യത്തിന് തടയിടാൻ ഇക്കുറിയും അധികമാർക്കുമായിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫിയായിരുന്നു ഇക്കുറി ഇന്ത്യയുടെ ആദ്യ പോരിടം. കലാശപ്പോരിൽ കിവീസിനെ വീഴ്ത്തി കിരീടധാരണം. സെമിയിൽ കങ്കാരിക്കള തറപറ്റിച്ചായിരുന്നു രോഹിത്തിൻ്റെയും സംഘത്തിൻ്റെയും ഫൈനൽ പ്രവേശം. 243 റൺസുമായി ശ്രേയസ് അയ്യർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നട്ടലായി. 9 വിക്കറ്റ് വീതം വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയും മുഹമ്മദ് ഷമയും ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 2-3 സ്ഥാനങ്ങൾ പങ്കിട്ടു. ഏഷ്യ കപ്പിൽ പറയാൻ മാത്രം ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം നടക്കുന്ന ടൂർണമെന്റ് ആയതിനാൽ തന്നെ വലിയ ശ്രദ്ധയാണ് ടൂർണമെന്റിന് ലഭിച്ചത്. ഇന്ത്യൻ ടീം പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈകൊടുക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. ക്രിക്കറ്റ് മൈതാനങ്ങൾക്ക് ഏറെ അപരിചിതമായ ഈ കാഴ്ചയിൽ ഇന്ത്യൻ ടീമിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പലരും രംഗത്തെത്തി. 3 തവണയാണ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നത്. 3ലും പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. സൂപ്പർ 4 മത്സരത്തിനിടെ ഹാരിസ് റൌഫും സാഹിബ്സാദ ഫർഹാനും കാണിച്ച ചില ആംഗ്യങ്ങൾ വലിയ വിവാദമായി. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം ഗാലറിയെ നോക്കി ബാറ്റ് കൊണ്ട് വെടിയുതിർക്കുന്ന ആംഗ്യമാണ് സാഹിബ്സാദ ഫർഹാൻ കാണിച്ചത്. ഹാരിസ് ആവട്ടെ ഫീൽഡിങ്ങിനിടെ വിമാനങ്ങൾ തകർന്നു വീഴുന്നത് പോലുള്ള ആംഗ്യം കാണിച്ചത് ഗാലറിയെ നോക്കിയാണ്. പക്ഷേ ഈ അഗ്രഷനൊക്കെ അഭിഷേക് ശർമ്മ മുന്നിലെത്തുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഹാരിസ് റൌഫിന്റെ ജെറ്റ് ഫൈനലിൽ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തകർന്ന് താഴെ വീണു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മുഹ്സിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് കിരീടം വാങ്ങാൻ ഇന്ത്യൻ താരങ്ങൾ കൂട്ടാക്കാത്തത് വലിയ ചർച്ചയായി. നഖ്വി കിരീടവുമായി കടന്നു കളഞ്ഞു. ഇന്ത്യൻ താരങ്ങൾ ട്രോഫി ഇല്ലാതെ പോഡിയത്തിൽ കയറി നിന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ ഏകദിന പരമ്പര തോറ്റതൊഴിച്ചാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ഈ വർഷം ടൂർണമെന്റോ പരമ്പരകളോ തോറ്റിട്ടില്ല. അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിൽ ടീം വലിയ ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങി. ബോർഡർ ഗവാസ്കർ ട്രോഫി പരാജയവും സ്വന്തം മണ്ണിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റുവാങ്ങിയ വൈറ്റ് വാഷും കോച്ച് ഗൗതം ഗംഭീറിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. ഗംഭീറിന്റെ പരീക്ഷണങ്ങളും ടീം സെലക്ഷനുമൊക്കെ ചൂടേറിയ സംവാദങ്ങൾക്ക് വഴിയൊരുക്കി. ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ച് 3-1 ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യൻ സംഘം അടിയറ വച്ചത്. ആഴ്ചകൾക്കിപ്പുറം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റ് കുപ്പായം അടിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗിൽ എറയുടെ ആരംഭമായിരുന്നു അത്. ക്യാപ്റ്റൻസി കുപ്പായത്തിൽ ഗിൽ നന്നായാണ് തുടങ്ങിയത്. ഇംഗ്ലീഷ് മണ്ണിൽ പരമ്പര വിജയത്തോളം പോകുന്നൊരു സമനില. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദങ്ങൾ ഏതുമില്ലാതെ ഇംഗ്ലണ്ടിൽ ഗിൽ ബാറ്റ് വീശി. 5 മത്സരങ്ങളിൽ നിന്ന് 754 റൺസാണ് താരം ആ പരമ്പരയിൽ ആകെ അടിച്ചെടുത്തത്. 4 സെഞ്ചുറികൾ, 75 ആവറേജ്. ഓവലിൽ ഇന്ത്യൻ വിജയത്തിന് ചുക്കാൻ പിടിച്ച മുഹമ്മദ് സിറാജിന്റെ പ്രകടനം ആരാധകർക്ക് ഇന്നും ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ്.
ശുഭ്മാൻ ഗില്ലായിരുന്നു പരമ്പരയുടെ താരം. പിന്നീട് വിൻഡീസിനെതിരെ പരമ്പര ജയം. ഇന്ത്യൻ സംഘം വിജയവഴിയിൽ തിരിച്ചെത്തുകയാണ് എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് വഴങ്ങുന്നത്. വലിയൊരു നാണക്കേടിലേക്കാണ് ടെമ്പ ബൗമ ഗൗതം ഗംഭീറിനെ തള്ളിക്കിട്ടത്. ഗംഭീർ പരിശീലക പദവിയിലെത്തിയ ശേഷം സ്വന്തം മണ്ണിൽ ഇന്ത്യ വഴങ്ങുന്ന രണ്ടാമത്തെ വൈറ്റ് വാഷാണിത്. ടീം ട്രാൻസിഷൻ പീരീഡിലാണ് എന്നായിരുന്നു ഗംഭീറിന്റെ ന്യായീകരണം. അതേസമയം പിച്ചൊരുക്കം മുതൽ ഗംഭീറിന്റെ പരീക്ഷണങ്ങളെ വരെ ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ആരാധകരും ചേർന്ന് നിർത്തിപ്പൊരിച്ചു. ഗംഭീർ ടെസ്റ്റ് ടീമിന്റെ പരിശീലക പദവി ഒഴിയണമെന്ന് ആവശ്യമായിരുന്നു. എന്നാൽ അങ്ങനെയൊരു പ്ലാൻ തങ്ങൾക്കില്ല എന്ന് BCCI വ്യക്തമാക്കി. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ കളിച്ച 9-ൽ 4 തൊട്ട ഇന്ത്യ 6ാം സ്ഥാനത്താണിപ്പോൾ. T20 ലോകകപ്പാണ് മുന്നിൽ. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് അമ്പേ പരാജയമായ ശുഭ്മാൻ ഗില്ലിനെ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കാനെടുത്ത തീരുമാനത്തെ കയ്യടികളോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ഓപ്പണിംഗ് റോളിൽ തിരിച്ചെത്തുന്നു. ഇന്ത്യ ലോകകിരീടം നിലനിർത്തും എന്ന ശുഭപ്രതീക്ഷയിലാണ് ആരാധകർ. ഒപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ കംബാക്കിനായുള്ള കാത്തിരിപ്പും.